ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനേ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ വീഡിയോ ആണ് കേട്ടോ ഇത്. ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചിരതെ. എൻ്റെ കൈക്ക് ഒരു ബാൻഡേജ് ഇട്ട സമയത്തേ എൻ്റെ മുടി അരുണൊന്ന് കെട്ടിത്തരുന്നതായിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പം അതിൻ്റെ താഴെ വന്ന കമൻ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് എന്താണ് അരുണിന്റെ അഭിപ്രായം ഒന്നൊന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങോട്ട് മാറിയിരിക്കാം. അതായത് ഉത്തമ ബൈജു ചേട്ടൻ ഇട്ടതാ. മയിൽ ബൈജു പുരുഷന്മാർക്ക് അപമാനം. അപ്പോ മയിൽ ബൈജു. അപ്പോ ഈ മയിൽ ബൈജു എന്ന് പറഞ്ഞ നായിന്റെ മോനെ, നീ നിന്റെ അമ്മയും പെങ്ങൾക്കും എന്തെങ്കിലും സുഖമില്ലാണ്ടാകുമ്പോൾ ഈ മുടി കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ ഒരു ചോറ് വാരി കൊടുക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യാണ്ടാവില്ലല്ലേ. കാരണം ഇനി രണ്ട് തന്തയ്ക്ക് ജനിച്ചതിനെ കൊണ്ട് അയക്കല്ലോ. കാരണം സ്വന്തം അമ്മേനെ പെങ്ങളെ തിരിച്ചറിയാത്ത ആൾക്കാരാണ് ഇങ്ങനെ സംസാരിക്കാം. അതുകൊണ്ട് മയിൽ ബൈജു എന്ന് പറഞ്ഞ ഡാഷ് മോനെ, നീ തന്തയ്ക്ക് ഉണ്ടായതാണെങ്കിൽ നീ അങ്ങനെ പറയില്ലായിരുന്നു. ഒരു സുഖമില്ലാത്ത ഒരാൾക്ക് ഒരു മുടി കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ചോറ് വാരി കൊടുക്കുക, അല്ല അവരെ തല തോർത്തി കൊടുക്കുക, അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും നടത്തി വരുന്ന സംഭവമാണ്. അപ്പോൾ മോന് പിന്നെ അമ്മേനെ പെങ്ങളെ തിരിച്ചറിയാത്തതിനെ കൊണ്ട് മയിൽ ബൈജു ഡാഷ് മോന് പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, മയിൽ ബൈജു എന്ന് പറഞ്ഞ ഡാഷ് മോനെ, നീ നിന്റെ അമ്മേനെയും പെങ്ങളെയും നോക്കൂലെന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ ആയിരിക്കൂല കേട്ടോ. അവിടെ മോനൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഇനി ഇങ്ങനത്തെ അതാ പറയുന്നേ. പിന്നെ ഈ ഒരു കാര്യം ചെയ്തു എന്ന് വെച്ചിട്ട് ഏത് പുരുഷനാണ് അപമാനം വരുന്നത്? അവന്റെ ഇപ്പോ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ രണ്ട് തന്തയ്ക്ക് അഞ്ചനെ കൊണ്ടാക്കില്ല മയിൽ ബൈജു എന്ന് പറഞ്ഞ ആള് അങ്ങനെ പറഞ്ഞത്. സാധാരണഗതിയിൽ ഏതൊരാളും ഒരു വീട്ടില് അല്ലെങ്കിൽ ഒരാൾക്ക് ആങ്ങളിക്കോ പെങ്ങൾക്കോ സുഖം അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്ന സംഭവം ഞാനും ചെയ്തിരുന്നു. അതിൽ എന്താണ് ഒരാളിന് അപമാനം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇനി രണ്ടും കെട്ടനെ കൊണ്ട് എന്നെ പറഞ്ഞാൽ തോന്നിയിട്ടുണ്ടാവും. ഓക്കെ, ബാക്കി പറഞ്ഞു. അല്ല, ഇതിലൊക്കെ ഇപ്പൊ പുരുഷന്മാർക്ക് അപമാനം എന്നൊക്കെ പുരുഷന്മാര് പുരുഷൻ അല്ലാത്തതിനെ കൊണ്ടാ ഒരു എന്താ പറയാ, പെങ്ങൾക്കോ അല്ലെങ്കിൽ ഭാര്യക്കോ അല്ലെ ഒരു അമ്മക്കോ വയ്യാതെ നിൽക്കുന്ന സമയത്ത് പോട്ടെ, പുറത്തുള്ള ഒരാളായിക്കോട്ടെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇപ്പൊ ബസ്സിലെ കണ്ടക്ടറായിട്ട് പോവാറുണ്ട്. ചില സ്ത്രീകൾ കയറുന്ന സമയത്ത് ഒരു കയ്യില് കുഞ്ഞും ഒരു കയ്യില് 2-3 കവറും പിടിച്ചിട്ടൊക്കെ കേറാറുണ്ട്. കവർ എടുത്ത് കൊടുക്കാറും കയറ്റി കൊടുക്കാനൊക്കെ ഈ കവറ് കൈ പിടിക്കാറില്ലേ? അപ്പൊ അതൊരു അപമാനമാണോ മയിൽ ബൈജു? മയിൽ ബൈജുന് അപമാനമായിരിക്കും. കാരണം രണ്ട് തന്തയുള്ള ആൾക്കാർക്ക് ആ ഒരു മെസ്സേജാണ്. ഓ മാത്രമാണല്ലോ മെസ്സേജ് ഇട്ട്. അപ്പൊ രണ്ട് തന്തയുള്ള ആ മയിൽ ബൈജുവിന് അവർ അപമാനമായിരിക്കും. അല്ലാത്ത സ്ഥിതിയിലൊന്നും അത് വായിക്കേണ്ട കാര്യമല്ല. അല്ല, നമ്മുടെ വീട്ടിൽ ഇപ്പൊ ആർക്കെങ്കിലും സുഖമില്ലാതായി എന്ന് വെച്ചിട്ട് ആ ഒരു വ്യക്തിനെ നോക്കിയെന്ന് വെച്ചിട്ട് പുരുഷന്മാർക്ക് നാണക്കേട് ഉണ്ടാവും. അത് ഓൻ ആണും അല്ല പെണ്ണും അല്ല, അങ്ങനത്തെ ഒരാളെ കൊണ്ടാണ് തോന്നുന്നത്. അങ്ങനെ ഒരിക്കലും നാണക്കേട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം വീട്ടിൽ വയ്യാതെ കിടക്കുന്ന നാളെ നിനക്കും നിന്റെ വലത്തെ കൈയോ ഇടത്തെ കൈയോ ഒക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. ആ പൊട്ടുന്ന സമയത്ത് നീ കക്കൂസ് പോകുമ്പോ രണ്ട് കൈയില്ലാണ്ട് എനിക്ക് ആരാളെ ചന്തി ചെയ്ത് തരാ? അവൻ കൂടി ഇങ്ങനെ ആലോചിച്ചോട്ടോ. പിള്ളേച്ച അങ്ങനെ പറയല്ല പിള്ളേച്ച. കാര്യമാണ്, എനിക്ക് എന്റെ രണ്ട് കൈ ഒന്നും പറ്റിക്കില്ല ഇതുവരെ. മറ്റേ ആൾക്കാരൊക്കെ പല അവസ്ഥയുണ്ട്. ഒരു കൈക്കല്ലേ, ഒരു കൈ ഉള്ളവന് മറ്റേ കൈ കൊണ്ടും ചെയ്യാം. രണ്ട് കൈയും പൊട്ടി സ്ഥിതിക്ക് നീ ബാത്റൂം പോകുമ്പോ നിനക്ക് ആര് ചെയ്തിരുന്നു കൂടി നീ പറഞ്ഞു. ഈ കാലോണ്ട് ചന്തി ചെയ്യുമോ? അവനൊന്ന് പറഞ്ഞു തന്നെ കേട്ടോ, മയിൽ ബൈജു. അപ്പൊ മയിൽ ബൈജുവിന്റെ ഫോട്ടോ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചുതരാം. ആ വൃത്തികെട്ട രണ്ട് തന്തയ്ക്ക് ജനിച്ച മോൻ ഇവനാണ്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് ഇവൻ ആരെങ്കിലും കാണും എന്ന് എനിക്കറിയാം. അല്ല, പത്മനാഭന്റെ മാതിരത്തെ ഒരു കിടത്തവും കിടക്കുന്നുണ്ട്. ഇതാണ് മയിൽ ബൈജു. അപ്പൊ ഈ മയിൽ ബൈജു എന്ന് പറഞ്ഞ പൂ മോനെ, നീ എന്റെ തന്തയ്ക്ക് ഒറിജിനലായിട്ട് എന്റെ തന്തയ്ക്ക് ഉണ്ടായതാണെങ്കിൽ നീ ഇത് പറയില്ല പുരുഷന്മാർക്ക് അപമാനം. നീ അത് ചെയ്യാത്തതിനെ കൊണ്ടാണ് ഈ പറയുന്നത്. ഇതിന്റെ മുകളിൽ എന്ത് വന്നാലും മയിൽ ബൈജു എനിക്കൊരു ഇല്ല. ഓക്കെ.
അപ്പൊ ബൈ ബൈ മയിൽ ബൈജു. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരോടുകൂടി ആയിട്ടാണ്. നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വയ്യാതെ നിൽക്കുന്ന സമയത്ത്, ഇനിയിപ്പോ ഇവൻ പറഞ്ഞതുകൊണ്ട് ഇവന്റെ കൈ ഒരിക്കൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പൊട്ടിയ സമയത്ത് ഞാനായിരുന്നു ചോറ് അരി കൊടുത്തത്, വലത്തെ കൈയായിരുന്നു പൊട്ടിയത്. പക്ഷെ ചന്തിയാക്കി കൊടുക്കാൻ ഞാൻ ഏതായാലും പോയിട്ടില്ലാണ്ടോ, അത് ഞാൻ പറഞ്ഞത്. അത് അവൻ എങ്ങനെയോ ചെയ്തു, അതെനിക്ക് അറിയയില്ല കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ചോറ് വാരി കൊടുക്കുന്നപ്പോൾ എനിക്ക് എൻ്റെ കൈക്ക് ബാൻഡേജ് ഇട്ട സമയത്ത് എനിക്ക് മുടി കെട്ടാൻ യാതൊരു ഓപ്ഷനും ഇല്ല. പലരും ചോദിച്ചിട്ടുണ്ട് മകളില്ലേ മകനില്ലേ. മകളും മകനും ഇവനും ഒക്കെ എനിക്ക് ഒരുപോണം തന്നെയാണ്. എനിക്ക് അല്ല ഓരുണ്ട്, ശരി സമ്മതിച്ചു. 24 മണിക്കൂർ ഒരു ഇവിടെ ഉണ്ടാവുമോ? ഇല്ല. ഇനിയിപ്പോ ഒരു സ്കൂളിൽ പോയ സമയത്ത് മുടി കെട്ട് അഴിഞ്ഞു പോയ എന്താക്കൂ? ഞാൻ ഇവിടെ സമയത്താണെങ്കിൽ അത്രേ ഉള്ളൂ. മക്കൾ വരുന്ന കാത്തുക്കോ? നമ്മുടെ കണ്ണിനാണ് കുഴപ്പം, കണ്ണിനല്ല, ചെയ്യുന്ന പ്രവൃത്തി. എല്ലാരെയും കണ്ണിനല്ല, ഈ 2 തന്തയ്ക്ക് വെച്ച ആൾക്കാരെ കണ്ണിന് മാത്രം. നമ്മുടെ കണ്ണിനാണ് പ്രശ്നം. ഈ മഞ്ഞപ്പിത്തമുള്ള ആൾക്കാർക്ക് എന്ത് കണ്ടാലും മഞ്ഞയായിട്ട് തോന്നും എന്ന് പറയുന്നത് പോലെ ഇതാണ് ഈ ബൈജുവിന് പറ്റിയൊരു സംഭവമാണ്. ബൈജു കണക്കാക്കുന്നത് എല്ലാം അവിഹിത ബന്ധത്തിലൂടെയാണ് ബൈജു കണക്കാക്കുന്നത്. ഇത് ഒരു പുരുഷന്മാർക്ക് അപമാനമായിട്ട് തോന്നേണ്ടത്, പുരുഷന്മാരെവിടെയും അപമാനം അല്ല, ഈ പറഞ്ഞ മാനം പണയം വെച്ചിട്ടൊന്നുമില്ല. ഒരു സ്ത്രീയുടെ തലമുടി കെട്ടിക്കൊടുക്കുന്നത് കൊണ്ട് ആ പുരുഷന് അപമാനിതനാവുകയാണെങ്കിൽ അവനങ്ങ് ആയിക്കോട്ടെ. ഇവനില്ലാത്ത പ്രശ്നം ഈ മയിൽ ബൈജുവിന് വേണ്ട ആവശ്യമില്ല, ഒരിക്കലും ആവശ്യമില്ല. നീ നിന്റെ കാര്യം സൂക്ഷിക്കുക, മയിൽ ബൈജു ആട്ടോ. ചെലപ്പോ കേൾക്കുന്നവർ ചിലപ്പം വേറെ എന്തെങ്കിലും ചിന്തിക്കും, അതുകൊണ്ട് പറഞ്ഞ. എന്തുവാടേ ഇത്, നല്ലൊരു പേരെങ്കിലും ഇട്ടൂടേ. നിന്നെ ട്രോളാനുള്ള അവസരം നീയായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. ബൈജുമോനെ മയിൽ മാഹിയല്ലേ? നീയായിട്ട് ട്രോളാനുള്ള അവസരം നീയായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് എന്തിനാണ് കൊച്ചേ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം. അതുകൊണ്ട് ഒരു സ്ത്രീയുടെ തലമുടി കെട്ടിയത് കൊണ്ട് ഒരു പുരുഷൻ അപമാനിത. ഈ ചിരിയും കാണിച്ച് നായിന്റെ മോൻ വരൂ ഷാജി. എടാ ഷാജിയെ, പുന്നാര പൂമോനെ, നീ തന്തയ്ക്ക് പറക്കാത്തോളം നിനക്ക് എന്തായാലും അറിയാം. ഇനിയിപ്പൊ ഇന്റെ വടിയും പിടിച്ചിട്ട് ഇന്റെ തള്ളേനെ തന്തേനൊക്കെ പറഞ്ഞു തന്നാലും എനിക്കൊരു ചുക്കുമില്ല. നിങ്ങൾ ഒരാണാണെങ്കിൽ ഇങ്ങനെ ഒടിഞ്ഞു മറിഞ്ഞ് നിൽക്കൂലേ ഗൾഫിൽ നിന്നിട്ട്? അല്ലെങ്കിൽ ഗൾഫിലുള്ള അഡ്രസ് എങ്കിലും എന്താ, ഞാൻ അങ്ങോട്ട് വരുന്നത്, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഒരു സ്ത്രീയുടെ തലമുടി കെട്ടിയത് കൊണ്ട് ഒരു പുരുഷൻ അപമാനിതനാവുകയാണെങ്കിൽ അപമാനിതനാവട്ടെ. ഇവനില്ലാത്ത പ്രശ്നം മയിൽ ബൈജുവിന് ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിന്റേതോ? ഇവന്റെ അഭിപ്രായം അതാണ്. ഇവനില്ലാത്ത നാണക്കേടും അഭിമാനക്കുറവും നിനക്ക് ആവശ്യമില്ല. നീ നിന്റെ വീട്ടില് നിന്റെ അമ്മയുടെയും നിന്റെ പെങ്ങളുടെയും നിന്റെ ഭാര്യയുടെയും നിന്റെ മകളുടെയും കാര്യം നോക്കിയിട്ട് ജീവിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സെലീം.